ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് പഴയ വീട്ടിലൊക്കെ ഉള്ള സാരിയോ അങ്ങനെയുള്ള തുണികളൊക്കെ നമ്മൾ കളയുന്ന തുണികൾ എടുത്തിട്ട് നമുക്കൊരു പൂച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ പൊട്ടിയ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതൊന്ന് കവർ ചെയ്യാം. നമ്മളെ വീട്ടിലൊക്കെ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ചെടിച്ചട്ടിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെ സഹായിയും കൂടെ ഉണ്ട്, കാശിക്കുട്ടൻ. സിമെൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കണം, ഇങ്ങനെ ഇളക്കിയിട്ട് വേണം ഇങ്ങനെ ആക്കാൻ. ഇതിൻ്റെ ഈ സാരി എടുത്തിട്ട് ഇങ്ങനെ മുക്കണം, ഇങ്ങനെ മുക്കണം, ഇങ്ങനെ മുക്കണം. ഇങ്ങനെ മുക്കിയിട്ട് വേണം ഇതാക്കാൻ. ഇങ്ങനെ മുക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ. നമ്മളെ സാരി ഒന്ന് ഇതിൻ്റെ അകത്ത് സിമെൻറ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി അതിൻ്റെ അതിലേക്കൊന്ന് മുക്കി നല്ലോണം എല്ലായിടത്തും സിമെൻ്റ് ആവുന്ന രീതിയിൽ ചെയ്യാം. കുറച്ചും കൂടി കട്ടി കൂട്ടിയിട്ട് സിമെൻറ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയൊന്നും എടുത്തില്ല. സിമെൻറ്റ് കുറച്ചൊരു 1/2 കിലോ സിമെൻറ്റ് എടുത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ സാരി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ തെരുകി ചുറ്റുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ചുമ്മാടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ചട്ടീൻ്റെ മുകളിൽ ഇതേപോലെ വെക്കുക. എന്നിട്ട് അങ്ങോട്ട് ചുറ്റി കൊടുക്കുക റൗണ്ടിൽ. സിമെൻറ്റ് ചെറുങ്ങനായി തുണിയൊന്ന് പിടിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് സിമെൻറ്റ് മുക്കിയെടുത്താലും മതി. എന്നിട്ട് നമുക്ക് കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ചുറ്റിയെടുക്കാം. നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊരു ഫിനിഷിങ് കുറച്ച് കുറവുണ്ടെങ്കിലും സംഗതി സിമ്പിളാണ്. ഒരു സാരി ഉണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ചെടിച്ചട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം സിമെൻറ്റൊന്നും വേണ്ടല്ലോ, സിമെൻറ്റും മണലൊന്നും വേണ്ട. സിമെൻറ്റ് മാത്രം കുറച്ച് സിമെൻറ്റ് ഉണ്ടെങ്കിൽ സംഭവം റെഡിയാക്കി എടുക്കാം. കാശിക്കുട്ടൻ എവിടെ ഇരിക്കണ്ടേന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതേപോലെ ചുറ്റിയെടുക്കാം. നമ്മൾ ഏകദേശം ചുറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തികഞ്ഞില്ലെങ്കിൽ, അടിവശം വരെ എത്തിയില്ലെങ്കിൽ ചെറിയൊരു കഷ്ണം കൂടി തുണി എടുത്തിട്ട് ചുറ്റാത്. ഇപ്പോൾ ഞാൻ ആ ചുറ്റിയത് കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചുറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിവശത്ത് വേണമെങ്കിൽ വീതിക്കുള്ളൊരു പിടി പോലെ വെക്കണമെങ്കിൽ ഒരു തുണി കഷ്ണം കൂടി എടുത്തിട്ട് ചുറ്റും വെച്ചിട്ട് അഡ്ജസ്റ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടെന്നുള്ളൂ. ഇനി ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇതുപോലെ ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചുറ്റും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ സിമെൻറ്റ് പേസ്റ്റാക്കിയിട്ട് ഏകദേശം ബ്രഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ നിലത്ത് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സിമെൻറ്റ് വെച്ചിട്ട് സിമെൻറ്റ്
അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവുമല്ലോ, നമ്മൾ കലക്കേൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവുമല്ലോ സിമെൻറ്റ്, ഊറി കൂടിയ സിമെൻറ്റ് ഉണ്ടാവും. അതൊന്ന് വെച്ചിട്ടൊന്ന് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു നടുക്കൊരു കമ്പും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നീർവാർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനമായി. എന്നിട്ട് നമുക്കൊരു രണ്ട് ദിവസം 2-3 ദിവസം വെക്കാം. നല്ലോണം ഉറച്ച് വരണമല്ലോ, തുണിയിലൊക്കെ ശരിക്കും ഇതായിട്ട് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ പൊട്ടൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാനിപ്പോൾ ഒരു 3 ദിവസമായിട്ടുണ്ട്. 3 ദിവസത്തിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ അടിവശത്ത് വെച്ച കമ്പൊക്കെ എടുത്ത് കളഞ്ഞ് ഇനി നമുക്കൊന്ന് മറച്ച് വെച്ചിട്ട് ആ ഉള്ളിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി അങ്ങ് എടുത്ത് മാറ്റാം. മെല്ലെ ഇത് കവറിട്ടുകൊണ്ട് കുഴപ്പമില്ല, മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. എന്താ നമ്മളെ തുണി കൊണ്ടുള്ള ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഷേപ്പ് വരുത്തണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ലെവൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല.